സംഘർഷം തുടരുന്ന മണിപ്പൂരിൽ സ്ഥിതി അതീവ ഗൗരവതരം എന്ന റിപ്പോർട്ട്. കേന്ദ്ര ഇടപെടൽ വേണമെന്നാണ് ഇപ്പോൾ മണിപ്പൂർ സർക്കാർ പറയുന്നത്. സംഘർഷത്തിൽ ഇതുവരെ 129 പേരെ കസ്റ്റഡിയിലെടുത്തു. ഡൽഹിയിൽ നിന്ന് വിനീത വിജയ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് വിനീത, വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. സൂചിപ്പിച്ചതുപോലെ തന്നെ മണിപ്പൂരിൽ സംഘർഷം ഒഴിയുന്നില്ല. സ്ഥിതിഗതികൾ അതീവ രൂക്ഷമായി തന്നെയാണ് പോകുന്നത്. ഒപ്പം തന്നെ വലിയ രീതിയിലേക്ക് അത് ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ മണിപ്പൂർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര മന്ത്രിസഭാ യോഗം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ അവിടുത്തെ സ്ഥിതിഗതികൾ, ഈ ആക്രമണങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ മന്ത്രിസഭാ യോഗം അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും അതിനുശേഷം പിന്നീട് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ആ സംസ്ഥാനത്തിലെ നിലവിലെ സ്ഥിതിഗതികൾ എന്താണെന്ന് ഗവർണറെ ധരിപ്പിക്കുകയുമുണ്ട്. ഇപ്പോൾ ഒരു കേന്ദ്ര ഇടപെടൽ കൂടി ഈ ഘട്ടത്തിൽ ആവശ്യമാണെന്നാണ് സംസ്ഥാനം പറയുന്നത്. ഒപ്പം തന്നെ മണിപ്പൂർ പോലീസ് ഇപ്പോൾ 129 പേരെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. നിയമലംഘനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നടപടിയിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ പ്രശ്നബാധിത മേഖലകളിൽ, അതായത് മലയോര താഴ്വാര മേഖലകളിൽ നിന്നൊക്കെയാണ് ഇങ്ങനെ രൂക്ഷമായിട്ടുള്ള ആക്രമണങ്ങൾ രാത്രികാലങ്ങളിലേക്ക് അടക്കം ഉണ്ടാകുന്നത്. ഈ മേഖലകളിലൊക്കെ തന്നെ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം NH-ലൂടെയൊക്കെ പോകുന്ന വാഹനങ്ങൾ, ആ വാഹനങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് അവർ പരിശോധിക്കുന്നുണ്ട്. ആ വാഹനങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ആയുധങ്ങളുണ്ടോ എന്നൊക്കെയാണ് പോലീസ് പരിശോധിക്കുന്നത്. 92 ചെക്ക് പോസ്റ്റുകളാണ് ഇതിനോടകം തന്നെ ആ വിവിധ മേഖലകളിലായി സ്ഥാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസവും ആക്രമണം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണത്തിൽ മെയ്തേയ് വിഭാഗം, ഒപ്പം തന്നെ കുക്കി വിഭാഗത്തിലെയുമായി 5 പേരാണ് കൊല്ലപ്പെട്ടിട്ടുണ്ടായത്. മുൻ മുഖ്യമന്ത്രിയുടെ വീടിന് നേരെയും ആക്രമണം ഉണ്ടായിരുന്നു. അതിൽ ഒരാൾ കൊല്ലപ്പെടുകയും 6ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നാണ് മണിപ്പൂർ സർക്കാർ പറയുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും മറ്റ് ഭാഗങ്ങളിൽ നിന്ന് തുടർച്ചയായി ആക്രമണം ഉണ്ടാകുന്നത് വലിയ രീതിയിലേക്ക് തന്നെയാണ് ആശങ്ക സൃഷ്ടിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു ബോംബേറ് അല്ലെങ്കിൽ തമ്മിൽ ഉള്ളൊരു സംഘർഷം എന്ന രീതിയിലേക്കായിരുന്നു ആ ആക്രമണമെങ്കിൽ ഇപ്പോൾ അത് ഈ റോക്കറ്റ് മിസൈൽ ആക്രമണങ്ങളിലേക്കൊക്കെ തന്നെ അത് മാറിയിരിക്കുന്നു. ഇത് തന്നെയാണ് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലേക്ക് ആശങ്ക ജനിപ്പിക്കുന്നതും. എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന് ഒരു ഇടപെടൽ ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. അങ്ങനെ ഒരു ആവശ്യം കൂടി മണിപ്പൂർ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ സേനയെ ഈ പ്രശ്നബാധിത മേഖലകളിലേക്കൊക്കെ തന്നെ എത്തിച്ചിരിക്കുകയാണ്. ഒപ്പം പ്രത്യേകം പെട്രോളിങ്ങിനായി ഹെലികോപ്റ്ററും ആ മേഖലകളിൽ എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു വിനീത വിജയ്.